ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ ഗൈസ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഫ്രീ ഫയറിലാണ്. ഓക്കെ, ഫ്രീ ഫയറായിട്ട് സോ ഇതിനെക്കുറിച്ച് ഇപ്പം എന്നാ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു വർഷം മുമ്പ് കളി നടത്തിപ്പോയ ഞാൻ വീണ്ടും ഇതിലേക്ക് തിരിച്ചു വന്നു. കാരണം വേറൊന്നുമല്ല, എല്ലാ ഗെയിമും കളിക്കണമല്ലോ. നമുക്ക് പി സി ആണെങ്കിൽ എങ്ങനെയാണ് ഈ ഗെയിമിങ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, നല്ല ഗെയിമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ഇറങ്ങി പി സിയും കാണാം. അപ്പോൾ പി സിയിൽ നമുക്ക് പുതിയ പുതിയ ഗെയിമൊക്കെ ഉള്ളത് നമുക്ക് കണ്ടിരിക്കാൻ എളുപ്പം. പക്ഷെ നമുക്ക് പി സി നമ്മൾ മൊത്തം മൊബൈലായതുകൊണ്ട് തന്നെ മൊബൈൽ ഗെയിംസേ പറ്റുള്ളൂ. സോ അതായത് അതിലും കളിച്ച് കഴിയും. പക്ഷെ അതിന് തന്നെ ഇപ്പോഴും ഹൈപ്പ്, പണ്ടത്തെ പോലെ തന്നെ ഇപ്പോഴും ഹൈപ്പുള്ള ഏക ഗെയിം നമുക്ക് ഫ്രീ ഫയറൊക്കെ തന്നെയാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ തിരിച്ചുവരേക്ക് വന്നത്. സോ വാട്ട് എവർ ഓക്കെ, നമ്മളവിടെ ബാക്കി നമുക്ക് അതാണ് വിഷയം. നമ്മൾ പറഞ്ഞു നിർത്തിയതല്ല നിർത്തുന്നത്, നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ വിട്ടടിച്ച് പോകും. അതാണ് കുഴപ്പം. ഓക്കെ, എന്തിനാവട്ടെ, നമ്മുടെ ചാനലിൽ നിന്നിട്ട് ഫ്രീ ഫയർ ഓൾസോ നമ്മൾ ഫ്രീ ഫയറും ഇടുന്നതായിരിക്കും. പിന്നെ നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ കൂട്ടാനുണ്ട് മിസ്റ്റർ കോഡ്. ചെക്കൻ ഭയങ്കര കളിയൊക്കെയാണ്. പുള്ളിയുടെ കണ്ടിട്ട് അങ്ങനെ പ്രോയാന്നൊക്കെ തന്നെ തോന്നുന്നു. ഓക്കെ, കളി കണ്ടാലേ അവർക്ക് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മൾ ഗീവ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ഫ്രീ ഫയറും പെസ്സൊക്കെ റിലേറ്റ് ചെയ്തു. സോ താല്പര്യമുള്ളവരാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ജോയിൻ ചെയ്തേക്കുക. നമുക്ക് പൊളിക്കാനേ അടിച്ച് പൊളിച്ച് തകർത്ത് വിടാക്കുകയല്ല. സോ ഇനി കൂടുതൽ പറഞ്ഞ് വഷളാക്കുന്നില്ല. അതിന് മുമ്പ് നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ബെല്ലൈക്കൺ ഒന്ന് ഓൾ നോട്ടിഫിക്കേഷനൊക്കെ വെച്ചേക്കുക. അതുപോലെ തന്നെ ആ ലൈക്ക് ബട്ടൺ അടിച്ച് പൊട്ടിച്ചേക്കുക. പിന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കുക. ആക്ച്വലി നമ്മളെന്നും പറഞ്ഞ പോലെ തന്നെ. സോ നമുക്കെന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. എടേ ഓണാക്കടാ. നീ പറയുന്നത് എനിക്കെൻ്റെ മൈക്കിൽ കേൾക്കാൻ പറ്റുന്നുണ്ട്. നീ അധികം കേൾപ്പിക്കണ്ട, എനിക്ക് മൈക്കിൽ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഹലോ, നിനക്ക് കേൾക്കാവോ? ഇതെന്നാ സാധനം ഇത്? ഓക്കെ, വയലുള്ള യൂസ് അത് പോയി. ഓ, കേൾക്കാവോ? ബാബോ ഉണ്ടാവില്ല. അടിയ സോ ഗൈസ്, നമ്മുടെ കൂട്ടുകാരൻ നമ്മുടെ തൊട്ട് മുന്നിൽ ഇരിപ്പുണ്ട്. ടെസ്റ്റ് കാരണമല്ല, നമ്മൾ കറണ്ട് മൈക്ക് കണക്ട് ചെയ്തിരിക്കുന്നുണ്ട്. എന്താണ്, നമുക്ക് ഇന്ത്യൻ വോയിസ് കിട്ടാൻ പറ്റില്ല. കാരണം മൈക്ക് കണക്ട് ചെയ്തുകൊണ്ട് എന്താണ് അതൊക്കെ എങ്ങനെയാണ് പറഞ്ഞ് കാണിക്കുന്നത് എനിക്കറിയില്ല. അപ്പോൾ മൈക്കിലേക്കാണ് സൗണ്ട് പോണത്. നമ്മൾ നമ്മുടെ വയേർഡ് ഇയർഫോൺ വയ്ക്കുന്ന പോലെ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ സൗണ്ട് കേൾക്കാൻ പറ്റില്ല. അതാണ് കുഴപ്പം. ബട്ട് എന്തായാലും വോയിസ് റെക്കോർഡ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെ വോയിസ് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഇതെന്നെ സാധനം, ഇതെന്നെ ജീവിതം. ഈ നേരത്തെ പെട്ട ഫ്രീ ഫയർ ഇങ്ങനത്തെ ജീവിതം തന്നെ കാണിക്കും. ഇതെന്നാ ജീവിതം വായിക്കൂടെ ഛർദി, ഇതന്നെ ഛർദിക്കും ഈ സാധനം. മീൻസ് പ്രോ പ്ലേയേഴ്സിനെ പോലെ നമ്മൾ പീക്കിൽ ചാട്ടാൻ പോകുന്നത്. പീക്കവിടെ എൻ്റെ വായിൽ സോറി ഗൈസ്, നമ്മുടെ കൂട്ടായ്മ ഇങ്ങനെയാണ് സംസാരിക്കാറ്. ഓക്കെ, നമ്മൾ പീക്കിൽ ചാടണേ. പ്രോ പ്ലേയേഴ്സ് ഒന്നും പ്രോ പ്ലേയേഴ്സ് ആണ്. എനിക്കറിയില്ല. വാട്ട് എവർ, അവൻ എവിടെ പോയി കിടപ്പുണ്ട്. ഇതെന്നെ സാധനം, ഇതെന്നെ കയ്യിൽ തന്നെ എന്താണ് ഇതെന്നെ സാധനമൊക്കെ. ഇതെന്നിട്ട് എനിക്ക് ആകെ വട്ട് പിടിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോഴത്തേക്ക് മനസ്സിലായി. കാരണം എൻ്റെ കസ്റ്റേജ് ഇതാക്കാണ് ഇവിടെ ചെയ്യുന്നു. എൻ്റെ കസ്റ്റേജ് ഇതെന്നാണ് ഗൈസ്. എൻ്റെ കുറേ നേരം പട്ടപ്പെട്ടാന്ന് അടിക്കുന്നു. ഇതെന്നെ സാധനം. ഞാൻ മണ്ട പഠിച്ചെന്നോ? എന്തൊക്കെയാണ് നടക്കണേ? എന്തൊക്കെയാണ് നടക്കുന്നത്? ഭഗവാനെ. ഓക്കെ ഗൈസ്, ഹെഡ് ഷോട്ട് കിൽ. ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഹെഡ് ഷോട്ട് കില്ലൊക്കെ അടിക്കുന്നത്. അറൗണ്ട് ഒരു വർഷമായി നമ്മൾ ഹെഡ് ഷോട്ട് ഇതൊക്കെ അടിച്ചിട്ട്. സോ അതിൻ്റെ ഒരു കൗതുകം കുറച്ചുകൂടെ അതാണ് എത്തിക്കാതിരിക്കുന്നത്. നമ്മുടെ മീൻ നമ്മുടെ പെയിൻ. ഓക്കെ, അവൻ പ്രോയാണ്. അത് ഉടുപ്പൊക്കെ തരുമോ? പക്ഷെ ഇങ്ങനെ പാൻ്റൊക്കെ ഉണ്ട്. അതും പോയി ഹെഡ് ഷോട്ട് അടിക്കുന്ന കേട്ടോ. അതും ചിരിക്കും.
ഓക്കെ നോക്കെടുത്തിട്ടുണ്ട് എന്തായാലും. നമുക്ക് കില്ല് ഒരുത്തം നമ്മുടെ അണ്ണാക്കേക്ക് അടിച്ചു തന്നിട്ടുണ്ട് എന്തായാലും. ഹാപ്പി ഹാപ്പി ഹാപ്പി. ഏയ് റിവൈവ് കരോ ഭയ്യാ, നോക്കി നിൽക്കാതെ റിവൈവ് കരോ റിവൈവ് കരോ. എന്റെ കില്ലാണ് ഞാൻ എടുത്തിട്ട് നോക്കാണ് അവനെ എടുത്തോണ്ട് പോയിരിക്കുന്നത്. ഓക്കെ നമ്മുടെ കൂട്ടുകാരന്മാർ. ഓക്കെ ക്വാഡ്രാറ്റേക്ക് ആണോ? എന്റെ പൊന്നോ ഇത്യാദി ഐറ്റം ഒന്ന് ഹെൽപ്പ് ചെയ്യോ? റിവൈവ് കരോ. എടാ റിവൈവ് ചെയ്യടാ. നീ പറയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. നീ ഇത്ര അടുത്തായോണ്ട് ഇയർഫോണിന്റെ കുറവുണ്ട്. നീ എന്നോട് നേരിട്ട് പറ, തൊട്ട് മുന്നിലിരിക്കുന്നേ. എന്റെ പൊന്ന് ചെക്കൻ എന്താണ് ഒരു അഭിനയമാണ് ഇവിടെ കിടന്നുകൊണ്ട്. അവനേതോ എനിക്കിത് അറിയില്ല. ഞാനിപ്പോ കറണ്ട് ഇത് മൈക്കാൻ്റെ വെച്ചാൽ എനിക്ക് നോ എടുത്തില്ല അതിനെ കുറിച്ചൊന്നും. എന്റെ ഫോൺ ഒന്നാമത് ഹീറ്റ് ചെയ്യാം. ഞങ്ങളിപ്പോ കയറി കാറിനകത്താണ്. നമുക്കിവിടെ സ്റ്റുഡിയോ സെറ്റപ്പ് ഇല്ല, നമുക്ക് കാറിനുള്ളിൽ നിന്നാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഒന്നും നട്ടുച്ചയ്ക്കൊക്കെ റെക്കോർഡിങ്ങിന്റെ അവസ്ഥ നിങ്ങൾ ആഴ്ചയ്ക്ക് വെയിലത്ത് നോക്കാനായിട്ട് ഇറങ്ങുന്ന കാറിനുള്ളിൽ കയറിയുന്നു അവസ്ഥ. ഇവനെ ഞാനൊന്ന് വെട്ടിക്കൊല്ലും ഗൈസ്. ഇവൻ റിവൈവ് എന്ന് പറഞ്ഞിട്ട് ഇവൻ എവിടെ ചെന്നാണ്. നിങ്ങൾക്ക് എന്നെ വോയിസ് കേൾക്കാൻ പറ്റുന്നുണ്ട് എനിക്കറിയില്ല. ഓക്കെ നമ്മളെന്തായാലും ഞാൻ പറയാം, ഫ്രീ ഫയർ ആയതുകൊണ്ട് നമുക്ക് ലൈവ് ഒക്കെ ഇടയ്ക്കിടാം. ഓക്കെ നമുക്ക് ലൈവും ഗീവ് ഇതന്നെ എനിക്കൊരു ഒരു മഞ്ഞീഷ് സോറി പർപ്ലേഷ് എന്താണ് സംഭവം വെച്ചാൽ എന്തായാലും അപരാജത്തെ കൊടുത്തു. ഒരുത്തൻ്റെ തല പൊട്ടിക്കണ സമയത്ത് ഹാപ്പി ഹാപ്പി ഹാപ്പി. കണ്ണമ്മ അവിടെ ഒന്നും കാണാൻ ചാൻസ് കുറവാണ്. ഞാൻ അങ്ങോട്ട് പോകാൻ നോക്കും. ഓക്കെ ഇതിന് അവിടെ വലിയ സംഭവമൊന്നും കാണൂല. അത് ഹൈടെക് പ്രോയിസം കഴിച്ചു. ഈ ഹൈടെക് പ്രോയിസം ഫുൾ റെഡ് ആണ്. ഫുൾ റെഡ് എന്ന് വെച്ചാൽ ഫുൾ റെഡ് ആണ്. ഒന്നും പറയാനില്ല. അതുപോലെ നമ്മൾ ഹാർഡ് കോർ നമുക്ക് നമ്മുടെ കസ്റ്റം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ നമ്മുടെ നമ്മളെന്തോ ഉദ്ദേശിച്ചു, പക്ഷെ നമ്മൾ ഓർക്കുന്നില്ല. നമ്മളെന്താ പറയാൻ വന്നേ? ഓക്കെ നമ്മൾ പറയാൻ വന്നത് തന്നെയാണ് നമ്മളെ ഈ സ്കോപ്പിൻ്റെ ഇത്. സ്കോപ്പ് ഇത്രയാണ് മേളിലേക്ക് കയറ്റി എന്താ സ്കോപ്പ് കറക്റ്റാണ് എഫ്. ഓക്കെ എൻ്റെ കറക്റ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ നോക്ക് സക്സസ്ഫുള്ളി നോക്കാറുണ്ട്. എന്തായാലും നമുക്ക് ഇമോട്ടൊന്നുമില്ല. ഇമോട്ടില്ലാത്ത ദാരിദ്ര്യം, ഹൈടെക് ദാരിദ്ര്യമൊക്കെ. ഓക്കെ ടീമേറ്റിനൊക്കെ ഫ്രീ ഫയർ കളിച്ച് കുറേ നാളായിട്ട്. നിങ്ങൾ കളിക്കാൻ നിങ്ങളാലും കളിക്കുന്ന ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ ഇപ്പോഴും മനസ്സിലായി ഇവനെന്താണ് ഈ കൈ കൊണ്ട് തെറിപ്പിച്ചിരിക്കുന്നത്. പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നുണ്ടോ? അതൊന്നും ഡിസ്റ്റർബൻസ് ആയി സോറി, ക്ഷമിച്ച. ഭഗവതിയേ ഇവൻ വെറും പെൻറ്റിയാണ്. നീ മിണ്ടല്ല, നീ അവിടെ വാഴടക്കുന്നു കേട്ടോ. എത്ര കില്ലുണ്ട്? 7 കില്ല. ഒരു കിലി പുറത്താണെങ്കിൽ നമുക്ക് സന്തോഷമാവട്ടെ. ഇപ്പൊ ബാക്ക് പാക്കിനൊക്കെ പറഞ്ഞ സ്പേസ് കൂടിയെന്ന് കണ്ടിട്ട്. അല്ല ഇവിടിപ്പോ സാധാരണ ഫ്രീ ഫയർ എന്ന് എങ്ങനെയാണ് 200 ബുള്ളറ്റൊക്കെ ഒരു AR 200 എടുത്ത് വെച്ചാൽ തന്നെ അവിടെ ബാഗ് കവിയില്ല. എന്താണ് പറയുക, അതിനൊരു വേർഡ് പറയുന്നല്ലോ, ലൈക്ക് എന്തോ കൂടി തുളുമ്പൂന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു അർത്ഥത്തിൽ വേർഡ് പറയല്ലേ, കവഞ്ഞ് ചാടുന്നു. ആ രീതി പറഞ്ഞാണ്.
ഇതെന്നാണ് ഗൈസ് ഇത്? ഇതിനൊരു ആക്ടേഴ്സ് ആണോ ഗൈസ്? ഇത് ഒരു ടീം മൊത്തം അവിടെ ഉണ്ട് ഗൈസ്. ഫുൾ സ്ക്വാഡ് വൈപ്പ്, ഫുൾ സ്ക്വാഡ് വൈപ്പ്, ഫുൾ സ്ക്വാഡ് വൈപ്പ് ഗൈസ്. എന്റെ പൊന്നോ, ഞാൻ നോക്കി വേണ്ട, സ്ക്വാഡ് മൊത്തം വൈപ്പ് ആക്കി കഴിഞ്ഞു. ഇതാണ് എന്റെ സംഭവം, എനിക്ക് മനസ്സിലാക്കിയത്. ഹാപ്പി ഗൈസ്. ഒറ്റ അതിന് 15 ഇല്ലേ, അതെങ്ങനെയാണെന്ന് എനിക്കതിന് മനസ്സിലായില്ല. എന്റെ പൊന്നളിയാ, ഒന്നും പറയാനില്ല ഗൈസ്. നോക്കൂ, ഇതെന്താണ്, ഇതെന്ത് ഈ സംഭവം? നമുക്ക് തമ്പനിയിലായിട്ട് എന്തെങ്കിലും ആയിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്ക് തമ്പനിയിലാക്കാം. ഞാൻ ഇത് നമുക്ക് തമ്പനിയിലാക്കാം. എന്താ ഇത്, ഇജാതി ഐറ്റമൊക്കെ അടച്ചുവിട്ടേ എൻ്റെ പൊന്നോ. നമുക്ക് കുറച്ച് AR കൂടെ വേണം, കാരണം ഇതുപോലെയൊക്കെ ടൈപ്പ് ആൾക്കാരുണ്ടെങ്കിലേ നമുക്ക് ലാഭം, അവർക്ക് ലാഭമല്ല. ഓക്കെ, നമുക്ക് ലാഭം, റോഗിന് കുറച്ച് പണിയും ആവും. വിഷയമാണ് എന്തായാലും. പിന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞത് മറക്കണ്ട കേട്ടോ, നമുക്ക് ഗീവൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്തായാലും. എന്താണ് ഗീവായിട്ട് കൊടുക്കാന്ന് വെച്ചാൽ നോർമൽ എന്താണ്, ഡയമണ്ട്സ്, ഫ്രീ ഫയറിലെ ഡയമണ്ട്സ്, പെസിൽ കോയിൻസ്. പിന്നെ ഡെയിലി ഗെയിമിൽ നമ്മുടെ ഗെയിം പ്ലേയിൽ നമുക്ക് റെഡിയും കൂടെ കൊടുക്കുന്ന പ്ലാൻ. പക്ഷേ വെറും 36 സബ്സ്ക്രൈബേഴ്സിന് എങ്ങനെയാണ് ഈ റെഡിയും കൂടെ കൊടുക്കുക? നിങ്ങൾ തന്നെ ആലോചിച്ച് പറ. നിങ്ങൾ തന്നെ പറ. എനിക്ക് നഷ്ടമല്ല, എനിക്കൊരു ഗുണവുമില്ല അതിന്. ഞാൻ സത്രം നടത്തുവാണോ? ഞാൻ തന്നെ പറഞ്ഞു, ഞാൻ തന്നെ റിപ്പോർട്ട്. എന്തായാലും ദാരിദ്ര്യം തന്നെ. തൊട്ടപ്പുറം കിടന്ന് ഒരു നോക്കാൻ നോക്കുന്നുണ്ട്, പറ്റുന്നില്ല സാധാരണ. ഓക്കെ, കുറെ ലൈക്ക് ഇടുന്നു. ഇതൊക്കെ എവിടെയാണ് പോണെന്ന് എനിക്ക് അറിയാൻ വയ്യ. ഇവരെന്താണ് ഗൈസ്, പഴയ പ്രോ ആണ് നമ്മൾ. ഓക്കെ, ന്യൂവിൻ്റെ കൂടെ കളിക്കുമ്പോൾ പഴയ പ്രോ ഒക്കെ തന്നെ. പിന്നെ ഫ്രീ ഫയർ എനിക്കൊന്നിപ്പോൾ ഐ തിങ്ക് എളുപ്പമാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇതുവരെ പണ്ടത്തെ ഫ്രീ ഫയർ അപേക്ഷിച്ച് ഇപ്പോഴത്തെ ഫ്രീ ഫയർ പെട്ടെന്ന് ഹീറോയ്ക്ക് എത്താൻ ഞാൻ ഇപ്പോൾ അനുഭവമാണ്. കാരണം പണ്ടൊരു 3 വർഷം മുമ്പ് ഞാൻ ഹീറോയ്ക്ക് അടിക്കാൻ വേണ്ടി എനിക്ക് ഒട്ടും പറ്റും. സത്യം പറഞ്ഞു, ഞാൻ ഡയമണ്ട് 4 ഒക്കെ എത്തുമ്പോൾ ഒന്നെങ്കിൽ നമ്മുടെ നമ്മൾ സീസൺ മാറും, അല്ലെങ്കിൽ ആലടിച്ച് കൊന്ന് നമ്മൾ ഡയമണ്ട് 3-ലേക്കൊക്കെ ചാടി പോകണം. സോ ഇപ്പം അങ്ങനെയില്ല. ഇപ്പോൾ ലൈക്ക് എന്താണ്, ഇപ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും പറ്റുന്നുണ്ട്. സോറി കേസ്, ഒരു ബൈക്ക് ഫ്രണ്ടിൽ കൂടെ പോയി ആ നോയ്സ് എന്തായാലും കിട്ടിക്കാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അവൻ ഏതായാലും കൊള്ളല്ലോ. അപ്പോഴാണ് നമുക്ക് അതാ കാണുന്നത്. ഒരുത്തിനെ കിട്ടിയിട്ടുണ്ടെങ്കിലും പൊക്കാം. നമ്മൾ ചാവോ നമുക്കറിയില്ല. MP40 ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല, അതാണ് വിഷയമായി പോയത്. ഫിനിഷ് ചെയ്തവനെ നോക്കണീന്ന് അവിടെ. ചുമക്കണമെങ്കിൽ അപ്പുറം പോയി ചുമക്കും, എന്റെ നോക്കില്ല. UMP വെച്ചടിച്ചു. ഫിനിഷ് ചെയ്യാത്തേ എന്തിനാടാ പിന്നെ നോക്കി നിക്കുന്നേ? എന്റെ അണ്ണാക്ക് അവനെ പെടാ, അവൻ തൊട്ട് കാര്യണ്ടാ. സ്ക്വാഡ് വേഴ്സസ് സോളോ വേഴ്സസ് സ്ക്വാഡ്. എന്റെ മോനെ ഇജാതി കളിയാണ് നമ്മളിപ്പോ കാണാൻ പോകുന്നത്. മിസ്റ്റർ കോടാ എന്റെ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഇടയ്ക്ക് വന്ന് ചിലച്ചോണ്ട് അടിച്ച് കവാലൂരി ജോലി ചെയ്യണോ? ഉണ്ടായിരുന്നോ? അത്ഭുതമായിരിക്കുന്നു. എന്താ എടാ ഇപ്പറ ഓപ്പോസിറ്റ് എടാ, നീ ബാക്കിലേക്ക് തിരിഞ്ഞേ. അവിടെ എടുത്തിട്ടുണ്ട്, ആ വീടിന്റെ അവിടെ എടുത്തിട്ടുണ്ട്. ഇപ്പുറത്തെ വീട്, അപ്പുറത്തെ വീട്. അവിടെ തന്നെ എടുത്തിട്ടുണ്ട്. വെള്ളം ഉടുപ്പിട്ട് അതേ നിൽക്കുന്നു. പണ്ടപ്പോ അടി എണ്ണം പറയാനില്ല. എണ്ണം പറഞ്ഞ ഷോട്ട് ഒന്നും പറയാനില്ല സാധനം. എന്നെ നിന്ന് പൊക്കുവാണെങ്കിൽ സന്തോഷമായിരുന്നു. ആണല്ലോ അല്ലേ? കാണിച്ചാട്ടാ. നോക്കാം. ഇല്ല, 2 രൂപ പൊക്കണ്ട, പൊക്കാൻ അപ്പൂല. ജയിച്ചാ മതി, അത്രേ ഉള്ളൂ. നമുക്ക് നോക്കാം മിസ്റ്റർ കോണിന്റെ കളികൾ.
മിസ്റ്റർ ഗോഡ് കവർ എടുക്കും ഓപ്പണിംഗ് നിൽക്കാതെ നല്ല രീതിയിൽ പിടുത്തു. ഓക്കെ അതെ ഒരുത്തൻ ബാക്കിൽ ഇതെന്നാ ഓ ഐ തിങ്ക് ടീം പൊക്കിന്ന് തോന്നുന്നു. ടീം അടിച്ച് പൊട്ടിക്ക് ഓക്കെ ഫിനിഷ് കേർത്തിന് ഫിനിഷ് അവനെ ഫിനിഷ് ചെയ്യും. ആ കേർത്തിന് യൂണിപ്പെടുത്ത് പൊട്ടിക്കാൻ അവനെ അത്ര സ്ക്വാഡ് ചെയ്തു. ഒരുത്തൻ ബാക്കിലുണ്ട്. ബാക്കിൽ നിന്ന് പൊട്ടിക്കാനല്ല ഞാൻ പറഞ്ഞു, ബാക്കിൽ നിന്ന് വരുന്നത് ഞാൻ ഉദ്ദേശിച്ചു. ഇനി ആ കല്ലിൻ്റെ കവർ എടുക്കുന്നതായിരിക്കും ബെറ്റാണ് ചെയ്യുന്നത്. എന്താണ് ബാക്കിലുണ്ടെങ്കിൽ ബാക്കിൽ ഗ്ലൂ ഇട്ടോട്ടോ, ഇനി അവിടെ തീർക്കണ്ട. സോ ഗൈസ് നിങ്ങൾക്ക് ഗെയിം പ്ലേയുടെ ഈ വെടി വെക്കുന്ന സൗണ്ടും നല്ല സൗണ്ടും കേൾക്കാൻ പറ്റുന്നുണ്ടോ ഒന്നും പറയണോ? കാരണം എനിക്കിപ്പോൾ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. കാരണം ഞാനിപ്പോൾ ഈ മൈക്ക് കുത്തിയതുകൊണ്ട് എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. ആ വോയിസ് വെക്കണമെന്ന് മാത്രം അറിയാം. ബാക്കിലുണ്ടോ ദേ പോകുന്നു. കളി വെച്ചു ബോയ. യെസ് ബോയ അടിച്ചു. ഷോട്ടപ്പ്. ഓക്കെ ഗൈസ് അപ്പോൾ നമ്മളാണ് ടോപ്പ്. 18 കില്ല് പോലീസാരൊന്നും പറയണ്ട. സോ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ആരും മറക്കൊന്നും വേണ്ട, ജസ്റ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ ഗീവ് അവേ ഒക്കെ നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഫ്രീ ഫയർ നിങ്ങളുടെ കൂട്ടർക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കുക, അവർക്കും കാണട്ടെ. പിന്നെ അവർക്കും എല്ലാം ഗീവ് അവേ അടിച്ചാൽ സന്തോഷമില്ലേ? അതുപോലെയാണ്. എന്തായാലും ഞാൻ ഇതിനൊക്കെ ക്രിക്കറ്റ് വിട്ടു കണ്ടുപിടിച്ചോടെ. ബൈ ഗൈസ്.